നമസ്കാരം. സഹകാരി റൈസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓവർവ്യൂ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ് തുടങ്ങാം. ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഇവിടെ MCQ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. MCQ അല്ല, PYQ ആണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തത്, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു മൂവ് ദ cursor to the last updation made before closing the document. ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് അവർ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഓപ്പണിംഗ് ദ ഡോക്യുമെൻ്റ് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഇവിടുത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു മൂവ് ദ കഴ്സർ ടു ദ ലാസ്റ്റ് അപ്ഡേഷൻ. അവിടെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഇവിടുത്തെ ചോദ്യം ശ്രദ്ധിക്കുക. എന്താ? ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു മൂവ് ദ കഴ്സർ ടു ദ ലാസ്റ്റ് അപ്ഡേഷൻ മെയ്ഡ് ബിഫോർ ക്ലോസിംഗ് ദ ഡോക്യുമെൻറ്റ്. അത് വേണ്ട, ഈ ലാസ്റ്റ് അപ്ഡേഷനിലേക്ക് കഴ്സറിനെ മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന താഴെ തന്നിരിക്കുന്നവയിൽ കറക്റ്റ് ഓപ്ഷൻ ഏത് എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ശ്രദ്ധിച്ചിരിക്കുക. ഓപ്ഷൻ നോക്കുക. നമുക്ക് ഓപ്ഷൻ എ ഏതാണ്? ഷിഫ്റ്റ് F5 ഉണ്ട്. ഓപ്ഷൻ ബി Ctrl+F5 ഉണ്ട്. അടുത്ത ഓപ്ഷൻ സി F5 ഉണ്ട്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ എൻ്റെ ഇവിടുത്തെ ചോദ്യം മനസ്സിലായി. അതായത് ഗോ ടു ദ ലാസ്റ്റ് ആക്ഷൻ ആണ് ചോദ്യം. ക്ലിയർ അല്ലേ? അത് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ഗോ ടു ദ ലാസ്റ്റ് ആക്ഷൻ്റെ ഷോർട്ട് കട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഇതിൻ്റെ ആൻസർ ഇവിടെ, ഇത് വേർഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വേർഡിലാണ് ഇങ്ങനൊരു ഫംഗ്ഷൻ ചെയ്യാൻ കഴിയുക. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിലുള്ളൊരു ഫംഗ്ഷനാണിത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? Shift+F5 ആണ്. ഓർമ്മിക്കുക, മറക്കല്ലേ. Shift+F5 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കിതിൽ തന്നെ അടുത്ത ഇതിലുള്ളതിൽ പഠിക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് F5. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൽ F5 എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? F5 എന്താ അവിടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൽ? F5 എന്താ പറയാവോ? F5 എന്താ? എടാ, F5 എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ചിരിക്കാൻ മറക്കല്ലേ, ഗോ ടു ആണ്. മറക്കല്ലേ, ഗോ ടു ആണ് F5 എന്ന് പറയുന്നത്. അതുപോലെ Ctrl+Shift+F5 അവിടെ പഠിക്കാനുണ്ട്. ഓർമ്മിക്കുക, Ctrl+Shift+F5 വേർഡിൽ എന്തായിരിക്കും? Ctrl+Shift+F5 എന്തായിരിക്കും വേർഡിൽ നമ്മൾ ഉപയോഗിക്കുക? അല്ലെ, Ctrl+Shift+F5 മറക്കരുത്. ബുക്ക് മാർക്കിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് Ctrl+Shift+F5 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ Shift+F5 എന്താ? Shift+F5 go to the last action. F5 go to Ctrl+Shift+F5 ചോദിച്ചാൽ ബുക്ക് മാർക്കാണ്. അപ്പോൾ F5 വേർഡിലുള്ളതെല്ലാം ആയി. ഓക്കെ അല്ലേ? ഇനി പവർ പോയിന്റിലേക്ക് വരുമ്പോൾ F5 നമുക്കറിയാം. എന്താ F5? പവർ പോയിന്റിലേക്ക് വരുമ്പോൾ F5 അവിടെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മറക്കല്ലേ, പവർ പോയിന്റിൽ വരുമ്പോൾ അവിടെ സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ് ആണ് F5 എന്ന് പറയുന്നത്. ഓർമ്മിച്ചിരിക്കുക, സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ് ആണ് അവിടെ F5 എന്ന് ഉപയോഗിക്കുന്നത്. ഓർമ്മിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ അത് അവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ MCQ PYQവിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻ ദ ഫോളോയിങ് ഓപ്ഷൻസ് വിച്ച് വുഡ് യു choose to save a document with a new name in MS Word 2007. അതായത് പുതിയൊരു പേര് കൊടുത്ത് ഒരു ഡോക്യുമെൻ്റ് സേവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ഫോളോയിങ് ഓപ്ഷൻസ് വിച്ച് വുഡ് യു ചൂസ് ടു സേവ് എ ഡോക്യുമെൻ്റ് വിത്ത് ന്യൂ നെയിം ഇൻ MS Word 2007. MS Wordൽ പുതിയ പേര് കൊടുത്ത്, പുതിയ ഫയൽ നെയിം കൊടുത്ത് ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ സേവ് ചെയ്യാൻ കഴിയും എന്നതാണ് ചോദ്യം. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ എന്താ? ഓഫീസ് ബട്ടൺ സേവ് അസ്. ഒന്നാമത്തെ ഓപ്ഷനാണ് ഓഫീസ് ബട്ടൺ സേവ് അസ്. അടുത്ത ബി എന്താ? ഓഫീസ് ബട്ടൺ സേവ്. സി എന്താ? Ctrl+M. ഡി എന്താ? നൺ ഓഫ് ദീസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ആൻസർ എടുക്കാൻ പറ്റും? ഇവിടുത്തെ ആൻസർ ഓഫീസ് ബട്ടണിൽ സേവ് അസ് ആണ്. അതായത് ഇവിടെ ഉദ്ദേശിച്ചത്, ഇവിടെ അവരെന്താ ഉദ്ദേശിച്ചത്? ഇൻ ദ ഫോളോയിങ് ഓപ്ഷൻ വിച്ച് വുഡ് യു ചൂസ് സേവ് ഡോക്യുമെൻ്റ് വിത്ത് ന്യൂ നെയിം ഇൻ MS Word 2007. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. പുതിയ പേര് കൊടുത്ത് സേവ് ചെയ്യുക എന്നല്ലേ അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് വിചാരിക്കും അതെന്താ, നോർമലി സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ചിന്തിക്കരുത്. ഓർമ്മിക്കുക, പുതിയ പേര് കൊടുത്ത് സേവ് ചെയ്യുക എന്ന് എടുത്ത് ചോദിക്കുമ്പം അവിടെ നമ്മൾ സേവസ് എന്നുള്ളത് കണ്ടീഷൻ ഓർമ്മിക്കുക. കാരണം സേവസ് ഉപയോഗിക്കുന്നത് അതിനല്ലേ.
സേവസ് എന്ന ഓപ്ഷൻ്റെ ഉപയോഗം അതല്ലേ. അത് എന്താ സേവസിൻ്റെ ഉപയോഗം? ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ളൊരു ഫയലിന് മറ്റൊരു പുതിയ ഫയൽ നെയിമിൽ എന്ത് ചെയ്യാൻ, സേവ് ചെയ്യാനല്ലേ സേവസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ചോദിച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് സേവസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കുമെന്ന് ഓർമ്മിക്കുക. അപ്പോൾ അതെവിടെയാ? ഓഫീസ് ബട്ടണിലാണ്. ഷോർട്ട് കട്ട് കീ സേവസിൻ്റെ നമുക്കറിയാം ഏതാണ്? F12 ആണ് സേവസിൻ്റെ ഷോർട്ട് കട്ട് കീ. മറന്നുപോലെ F12 ആണ് സേവസിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് ഓർമ്മിക്കുക. സേവിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+S ഉണ്ട്. അതുപോലെ സേവിന് മറ്റൊരു ഷോർട്ട് കട്ട് കീ ഉള്ളത് എന്താണ്? Shift F12 ആണ്. Ctrl+S-ഉം Shift F12-ഉം സേവിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് പിള്ളേരെ, ഓർമ്മിച്ചിരിക്കുക. Shift F12 സേവിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്. അതുപോലെ Ctrl+S സേവിൻ്റെതാണ്. സേവസിൻ്റെത് മറന്നുപോലെ സേവസിൻ്റെത് F12 ആണെന്ന് പഠിക്കുക. F12 ആണ് സേവസിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് ഓർമ്മിച്ചിരിക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് ഉള്ള ഓപ്ഷനിൽ അടുത്തൊരു ഓപ്ഷൻ കിടപ്പുള്ളത് Ctrl+M ആണ്. Ctrl+M ആണ്. ആർക്ക് പറയാം? വേർഡിൽ Ctrl+M എന്തിനാണ് ഉപയോഗിക്കുന്നത്? Ctrl+M വേർഡിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വേർഡിൽ Ctrl+M ഉപയോഗിക്കുന്നത് എന്ത് ഫംഗ്ഷന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഇൻക്രീസ് ലെഫ്റ്റ് ഇൻഡൻ്റ് ആണ്. ലെഫ്റ്റ് ഇൻഡൻറ്റേഷന് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ആണ് Ctrl+M. ഇൻക്രീസ് ലെഫ്റ്റ് ഇൻഡൻറ്റേഷൻ ആണ് Ctrl+M എന്ന് പറയുന്നത്. ഡിക്രീസ് ലെഫ്റ്റ് ഇൻഡൻറ്റേഷൻ ചോദിച്ചാൽ Ctrl+Shift+M-ഉം ഇൻക്രീസ് ലെഫ്റ്റ് ഇൻഡൻറ്റേഷൻ ചോദിച്ചാൽ Ctrl+M ആണെന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ അവിടെയുള്ള എല്ലാ ഓപ്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്തേ. 2 ക്വസ്റ്റ്യൻ നമ്മൾ ഓക്കെ ആയി. ഇപ്പോൾ ഓഫീസ് ബട്ടൺ എന്ന് പറയുന്നത് നമുക്കറിയാലോ, വേർഡിൽ ഫയൽ മാനേജ്മെൻറ്റ് കമാൻഡുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൻ്റെ ഭാഗമാണ് ഓഫീസ് ബട്ടൺ. ആ ഓഫീസ് ബട്ടണിലുള്ള ഫംഗ്ഷനാണ് അതിലൊരു ഫംഗ്ഷനാണ് സേവ്, അതുപോലെ സേവസ്. അതാണ് നമ്മളിന്ന് പറഞ്ഞത്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ വന്നതാണ്. അപ്പോൾ ഇത് പ്രീവിയസ് ആണ്, PYQ ആണ്. ഇൻ ദ ഫോളോയിങ് ഓപ്ഷൻസ് വിച്ച് വുഡ് യു ചൂസ് ടു സേവ് എ ഡോക്യുമെൻറ്റ് വിത്ത് ന്യൂ നെയിം ഇൻ MS Word? നമ്മളിപ്പോൾ പുതുതായിട്ടൊരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്യുമ്പോഴും കൊടുക്കുന്ന പുതിയ പേര് തന്നെയാണ്. ആ കണ്ടീഷനിൽ എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യമില്ല. പുതിയ പേര് കൊടുത്ത് എന്ന് അവിടെ ഊന്നി ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ടത് അങ്ങനെ പുതിയ പേര് കൊടുത്ത് സേവ് ചെയ്യാൻ ഏത് ഓപ്ഷൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അവിടെ സേവസ് ആണ്. സേവസ് അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് ആൻസർ അതേ എടുക്കുള്ളൂ. ഓർമ്മിക്കുക. അപ്പോൾ ഇവിടെ A ആണ് ആൻസർ. ഓർമ്മിക്കണേ. ശരി, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കുക. എന്താ ക്വസ്റ്റ്യൻ? മൂന്നാമത്തത്, വിച്ച് ഫീച്ചേഴ്സ് ഹെൽപ്പ് യു ടു ഇൻസേർട്സ് ദ കണ്ടൻസ് ഓഫ് ക്ലിപ്പ് ബോർഡ് ആസ് ടെക്സ്റ്റ് വിത്തൗട്ട് എനി ഫോർമാറ്റിംഗ് എന്നാണ് ചോദ്യം. ദ വിച്ച് ഫീച്ചേഴ്സ് ഹെൽപ്പ് യു ടു ഇൻസേർട്സ് ദ കണ്ടൻസ് ഓഫ് ദ ക്ലിപ്പ് ബോർഡ് ആസ് ടെക്സ്റ്റ് വിത്തൗട്ട് എനി ഫോർമാറ്റിംഗ്. അതായത് ചോദ്യം മലയാളത്തിൽ പറഞ്ഞു തരാം ആദ്യം. ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഒരു മെമ്മറി നമുക്കുണ്ട്. ഓഫീസ് ക്ലിപ്പ് ബോർഡ് ഉണ്ട്, നമുക്കറിയാലോ. ഓഫീസ് ക്ലിപ്പ് ബോർഡിലുള്ള ഒരു കണ്ടൻറ്റ് ടെക്സ്റ്റായിട്ട് ഒരു ഫോർമാറ്റും ഇല്ലാതെ പേജിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഓപ്ഷൻ ഏത് എന്നാണ് ചോദ്യം. ക്ലിയർലേ? ഓഫീസ് ക്ലിപ്പ് ബോർഡിലുള്ള ഒരു കണ്ടൻറ്റ് പേജിലേക്ക് ഒരു ഫോർമാറ്റും ഇല്ലാതെ ഇൻസേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന താഴെ തന്നിരിക്കുന്നതിലുള്ള ഓപ്ഷൻ ഏത് എന്നാണ് ചോദ്യം. ക്ലിയർലേ? അപ്പോൾ നമുക്ക് നോക്കാം. വിച്ച് ഫീച്ചേഴ്സ് ഹെൽപ്പ് യു ടു ഇൻസേർട്ട് ദ കണ്ടൻസ് ഓഫ് ക്ലിപ്പ് ബോർഡ് ആസ് ടെക്സ്റ്റ് വിത്തൗട്ട് എനി ഫോർമാറ്റിംഗ് എന്നാണ് ചോദ്യം. ക്ലിയർലേ? ഇതിൽ ഒരു കാര്യം, വേറൊരു രീതിയിൽ ഈ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഇങ്ങനെ പറയാം. അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് ഫയലുകളായിട്ട് പേസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വേറൊരു രീതിയിൽ പറയാം. അതായത് ഈ പറഞ്ഞ നമ്മൾ ക്ലിപ്പ് ബോർഡിലേക്ക് കൊണ്ടുവന്ന ഒരു ഫോർമാറ്റഡ് ഐറ്റം കണ്ടന്റിനെ ടെക്സ്റ്റ് ഫോർമാറ്റിൽ വിത്തൗട്ട് ഫോർമാറ്റിൽ, അതായത് ടെക്സ്റ്റ് ഫോർമാറ്റിൽ നോ ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ ഫോർമാറ്റ് ഇല്ലാതെ പേസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏത് എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ A, പേജ് സെറ്റപ്പ്. എന്തായാലും പേജ് സെറ്റപ്പിൽ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഇല്ല. ഫോർമാറ്റ് പെയിൻറ്റർ, നമുക്ക് വേണമെങ്കിൽ ഡൗട്ട് തോന്നാം. ഫോർമാറ്റ് പെയിൻറ്റർ. അപ്പോൾ ഫോർമാറ്റ് പെയിൻറ്റർ എന്താ? ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെലക്റ്റഡ് ഐറ്റത്തിൻ്റെ ഫോർമാറ്റ് മാത്രം കോപ്പി ചെയ്യാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ഫോർമാറ്റ് പെയിൻറ്റർ ഉപയോഗിക്കുന്നത്. ഫോർമാറ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനാണ് ഫോർമാറ്റ് പെയിൻറ്റർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ അതല്ല ചോദ്യം. ഇത് ക്ലിപ്പ് ബോർഡിലുള്ള ഐറ്റത്തെ ഇൻസർട്ട് ചെയ്യുന്ന കാര്യമാണ്. ക്ലിപ്പ് ബോർഡിലുള്ള ഒരു ഐറ്റത്തെ പേജിലേക്ക് ഇൻസർട്ട് ചെയ്യുന്നു. അങ്ങനെ ഐറ്റം പേജിലേക്ക് വരുമ്പോൾ എന്തുണ്ടാവാൻ പാടില്ല? ഫോർമാറ്റ് ഉണ്ടാവാൻ പാടില്ല. വിത്തൗട്ട് എനി ഫോർമാറ്റിംഗ് ആണ്. അതാണ് ചോദ്യം. അപ്പോൾ ഇവിടുത്തെ അടുത്ത ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ C, പേസ്റ്റ് സ്പെഷ്യൽ ആണ്. അതല്ലേ ആൻസർ? അവിടെ
പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ക്ലിപ്പ് ബോർഡിലുള്ള ഐറ്റത്തെ പേജിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കസ്റ്റം ഫോർമാറ്റിൽ പേസ്റ്റ് ആകണമെങ്കിൽ, അതായത് ക്ലിപ്പ് ബോർഡിലുള്ളതല്ലാത്ത മറ്റൊരു ഫോർമാറ്റിൽ പേസ്റ്റ് ആകണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ അല്ലേ പേസ്റ്റ് സ്പെഷ്യൽ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാ, പേസ്റ്റ് സ്പെഷ്യൽ അല്ലേ ഇവിടുത്തെ ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്, മറന്നുപോലെ പിള്ളേരെ, ഇവിടെ ആൻസർ പേസ്റ്റ് സ്പെഷ്യലാണ്. പേസ്റ്റ് സ്പെഷ്യലിൻ്റെ ഷോർട്ട് കട്ട് കീ പറയാമോ നിങ്ങൾക്ക്? പേസ്റ്റ് സ്പെഷ്യലിൻ്റെ ഷോർട്ട് കട്ട് കീ ഏതെന്ന് പറയാമോ? മറക്കല്ലേ, പേസ്റ്റ് സ്പെഷ്യലിൻ്റെ ഷോർട്ട് കട്ട് കീ കൺട്രോൾ, മറക്കല്ലേ, കൺട്രോൾ അല്ലെങ്കിൽ ഓൾട്ട് വെച്ച് തുടങ്ങിയാലും മതി, ഓൾട്ട് കൺട്രോൾ വി എന്ന് പഠിച്ചാലും മതി. കൺട്രോൾ ഓൾട്ട് വി എന്നോ അല്ലെങ്കിൽ ഓൾട്ട് കൺട്രോൾ വി എന്ന് പഠിക്കാൻ കൂടുതലും ഓപ്ഷനിൽ ഓൾട്ട് കൺട്രോൾ വി എന്ന് തന്നെയാണ് കൊടുക്കാറ്. ഓൾട്ട് കൺട്രോൾ വി എന്ന് തന്നെയാണ് ടൂൾ ടിപ്പിൽ വേർഡിലുള്ളതും. അപ്പോൾ അങ്ങനെ പഠിച്ചാൽ ഓൾട്ട് കൺട്രോൾ വി ആണ് പേസ്റ്റ് സ്പെഷ്യലിൻ്റെ ഷോർട്ട് കട്ട് കീ. പേസ്റ്റ് സ്പെഷ്യൽ ഉപയോഗിക്കുന്നത് ഇതിന് തന്നെയാണ്, അതായത് കസ്റ്റം ഫോർമാറ്റിൽ പേസ്റ്റ് ചെയ്യുക. കസ്റ്റം ഫോർമാറ്റിൽ എന്ന് പറഞ്ഞാൽ കുറേ ഫോർമാറ്റുകൾ വേർഡിൽ തന്നിട്ടുണ്ട്. അതിലൊരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് ആണ്, മറ്റൊന്ന് ഫോർമാറ്റഡ് ടെക്സ്റ്റ് ആണ്. വേണമെങ്കിൽ പിക്ചറായിട്ട് പേസ്റ്റ് ചെയ്യാം, അൺഫോർമാറ്റഡ് യുണീക്കോഡ് ടെക്സ്റ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്യാം, HTML ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് പേസ്റ്റ് സ്പെഷ്യൽ. പിന്നെ പേസ്റ്റ് സ്പെഷ്യലിന് ഒരു ഡെഫിനിഷനും കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്തൊരു ഐറ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. ആ ഐറ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത് പേസ്റ്റ് ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു പിള്ളേരെ, പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ 2 ഐറ്റം ആയില്ലേ, ഡ്യൂപ്ലിക്കേറ്റ് അവിടെ വന്നില്ലേ. അപ്പോൾ ഒറിജിനൽ ഐറ്റം ഒരെണ്ണം ഉണ്ടാവും, അതിൻ്റെ എന്ത് കാണും, ഡ്യൂപ്ലിക്കേറ്റും കാണും. ഒറിജിനലിനെ ഡ്യൂപ്ലിക്കേറ്റുമായി ലിങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏത് എന്നൊരു ചോദ്യം PSC നിങ്ങളടുത്ത് ചോദിച്ചാൽ അതിൻ്റെ ആൻസറും ഏതാണ്, പേസ്റ്റ് സ്പെഷ്യലാണ്. മറക്കല്ലേ, ഒറിജിനലിനെ ഡ്യൂപ്ലിക്കേറ്റുമായി ലിങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏത് എന്ന ഒരു ചോദ്യം വന്നാലും ആൻസർ ഏതാണ്, അതിൻ്റെ ആൻസറും പേസ്റ്റ് സ്പെഷ്യലാണ് എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. വേർഡിൽ പേസ്റ്റ് സ്പെഷ്യൽ ഇതൊക്കെ വേർഡിൽ നിന്ന് മാത്രം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതൊക്കെ വേർഡുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? 4ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. ഇതാ ടൈറ്റിൽ കേസ് ഇൻ ചേഞ്ച് കേസ് എന്നാണ് ചോദിക്കുന്നത്. ടൈറ്റിൽ കേസ് ഇൻ ചേഞ്ച് കേസ് എന്നിട്ട് താഴെ കൺസിഡർ ദ ഫോളോയിങ് ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് എന്താണ് ടൈറ്റിൽ കേസ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ചേഞ്ചസ് ഓൾ സെലക്റ്റഡ് ടെക്സ്റ്റ് ടു ലോവർ കേസ് ലെറ്റേഴ്സ്. അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്, ടൈറ്റിൽ കേസ് കൊടുക്കുമ്പോൾ എല്ലാ ലെറ്ററുകളും എന്താകും, ലോവർ കേസ് ആകും എന്നല്ലേ എഴുതിയിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? അതെന്തായാലും എന്താണ്, തെറ്റാണ്. ലോവർ കേസ് ഉണ്ട്, ടൈറ്റിൽ കേസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അടുത്തെന്താ, ചേഞ്ചസ് ഓൾ സെലക്റ്റഡ് ടെക്സ്റ്റ് ടു ക്യാപിറ്റൽ ലെറ്റേഴ്സ്. എല്ലാ ലെറ്ററുകളെയും എന്താക്കാൻ പറ്റും, ക്യാപിറ്റൽ ലെറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ അതും എന്ത് ചെയ്യുന്നത്, തെറ്റാണ്. അതിന് അപ്പർ കേസ് ഉണ്ട്, നമുക്ക് അപ്പർ കേസ് കൊടുത്ത് അങ്ങനെ ചെയ്യാം. അപ്പോൾ അപ്പർ കേസ് എന്ന് പറയുന്നത് ടൈറ്റിൽ കേസ് അല്ല. ശരി, ക്യാപിറ്റലൈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് വേർഡ് ഇൻ ദ സെലക്ട് ചെയ്ത വേർഡുകളുടെ ആദ്യ ലെറ്റർ എന്താക്കാം, ക്യാപിറ്റൽ ലെറ്റർ ആക്കാം. അതിന് നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൽ ചേഞ്ച് കേസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് പഠിക്കണം. അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൻ്റെ ഹോം ടാബിൽ നമുക്കറിയാം എന്താണ്, ഫോണ്ട് എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട് അല്ലേ. 14 ഫംഗ്ഷനാണ് ആ ഫോണ്ട് ഗ്രൂപ്പിലുള്ളത്. ഓക്കെ, അതിൽ ഫോണ്ട് ഉണ്ട്, ഫോണ്ട് സൈസ് ഉണ്ട്, ഗ്രോ ഫോണ്ട് ഉണ്ട്, ഷ്രിങ്ക് ഫോണ്ട് ഉണ്ട്, ക്ലിയർ ഫോർമാറ്റ് ഉണ്ട്, ബോൾഡ് ഉണ്ട്, ഇറ്റാലിക്സ് ഉണ്ട്, അണ്ടർലൈൻ ഉണ്ട്, സ്ട്രൈക്ക് ത്രൂ ഉണ്ട്, സബ്സ്ക്രിപ്റ്റ് ഉണ്ട്, സൂപ്പർ സ്ക്രിപ്റ്റ് ഉണ്ട്, ചേഞ്ച് കേസ് ഉണ്ട്, ടെക്സ്റ്റ് ഹൈലൈറ്റർ ഉണ്ട്, ഫോണ്ട് കളർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ചേഞ്ച് കേസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് കോമൺലി ചേഞ്ച് കേസിന് ഒരു ഷോർട്ട് കട്ട് കീ ഒക്കെ ഉണ്ട്. എന്താ ചേഞ്ച് കേസിൻ്റെ ഷോർട്ട് കട്ട് കീ, ആർക്ക് പറയാം? ചേഞ്ച് കേസിൻ്റെ ഷോർട്ട് കട്ട് കീ എന്താ? ചേഞ്ച് കേസിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് Shift+F3 എന്ന് പറയുന്നത്. മറക്കല്ലേ, ചേഞ്ച് കേസിൻ്റെ ഷോർട്ട് കട്ട് കീ ഏതാണെന്ന് ചോദിച്ചാൽ മറക്കല്ലേ പിള്ളേരെ, Shift+F3 ആണ് ചേഞ്ച് കേസിൻ്റെ ഷോർട്ട് കട്ട് കീ. ശരി, Shift+F3 കൊടുത്തു, ചേഞ്ച് കേസ് ആകുന്നുണ്ട്. ഏതൊക്കെ കേസാണ് ചേഞ്ച് ആകുക? നമുക്ക് ടോട്ടൽ 5 കേസ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാ? ഒന്ന് സെൻറ്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, ടോങ്കിൾ കേസ്. ഇതിൽ ഈ 5 കേസിൽ Shift+F3 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന കേസ് എന്ന് പറയുന്നത് 1 സെൻറ്റൻസ് കേസാണ്, 2 ലോവർ കേസാണ്, 3 അപ്പർ കേസാണ്. ക്ലിയർലേ? ഇത് 3 അവിടെ ചേഞ്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ, അത് ഓർമ്മിക്കുക. ഇനി ശ്രദ്ധിച്ചേ,
ഇവിടെ എന്താ ചോദിച്ചേ? ടൈറ്റിൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈറ്റിൽ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൻസർ സി ആണ്ടാ. ക്യാപിറ്റലൈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് വേർഡ് ഇൻ ദ സെലക്ഷൻ. അതിന് നമുക്ക് വേർഡിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ് എന്ന് പറയുക ക്യാപിറ്റലൈസേഷൻ ആണ്. ഓർമ്മ, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡാണ്. ക്ലിയർലി? അപ്പോൾ അങ്ങനൊരു ഒരു കേസ് അവിടെ ഉണ്ട്, ഓർമ്മിച്ചിരിക്കുക. അതായത് സെൻറ്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, അതുപോലെ ടോങ്കിൾ കേസ് ഉണ്ട്. അതിൽ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്ന് പറയുന്ന ഒരു കേസ് നമുക്ക് വേർഡിലുണ്ട്. ആ കേസിൻ്റെ മറ്റൊരു പേരാണ് ടൈറ്റിൽ കേസ്. അതായത് സെലക്റ്റഡ് ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം എന്താക്കും? ക്യാപിറ്റൽ ലെറ്റർ ആക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ക്യാപിറ്റലൈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് വേർഡ് ഇൻ ദ സെലക്ഷൻ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അപ്പോൾ നമുക്കത് ഓക്കെ ആയി, നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് അടുത്ത് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ പഠിക്കാം, ശ്രദ്ധിച്ചിരുന്നേ. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇവിടെ എന്താ എഴുതിയിരിക്കണേ? ഔട്ട്ലൈൻ, എംബോസ്, സബ്സ്ക്രിപ്റ്റ്, എൻഗ്രേവ്, സൂപ്പർ സ്ക്രിപ്റ്റ് ആർ നോൺ ആസ് ഡേഷ് എന്നാണ് ചോദ്യം. എന്താ ചോദ്യം? എന്താ? ഔട്ട്ലൈൻ, എംബോസ്, സബ്സ്ക്രിപ്റ്റ്, എൻഗ്രേവ്, സൂപ്പർ സ്ക്രിപ്റ്റ് ആർ നോൺ ആസ് ഡേഷ്. ഇതിനെയൊക്കെ എന്തെന്ന് വിളിക്കും എന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ ഓപ്ഷൻ നോക്കി. 1 വേർഡ് ആർട്ട് ഉണ്ട്, 2 ഫോണ്ട് എഫക്റ്റ് ഉണ്ട്, 3 ഫോണ്ട് സ്റ്റൈലുണ്ട്, 4 ടെക്സ്റ്റ് എഫക്റ്റ് ഉണ്ട്. ക്ലിയർ അല്ലേ? ടെക്സ്റ്റ് എഫക്റ്റ് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. ഇവിടെ എന്താ ചോദിച്ചിരിക്കണേ? ഔട്ട്ലൈൻ, എംബോസ്, സബ്സ്ക്രിപ്റ്റ്, എൻഗ്രേവ്, സൂപ്പർ സ്ക്രിപ്റ്റ് ആർ നോൺ ആസ് ഡേഷ്. ഓപ്ഷൻ എ വേർഡ് ആർട്ട്, ഓപ്ഷൻ ബി ഫോണ്ട് എഫക്ട്സ്, ഓപ്ഷൻ സി ഫോണ്ട് സ്റ്റൈൽസ്, ഓപ്ഷൻ ഡി ടെക്സ്റ്റ് എഫക്ട്സ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഫോൺ ഡയലോഗ് ബോക്സ് എന്ന് പറയുന്നൊരു സംവിധാനം അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. ഫോൺ ഡയലോഗ് ബോക്സ് വേർഡിലും എക്സലിലും പവർ പോയിന്റിലും ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. വേർഡിൽ ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീകൾ ആർക്ക് പറയാം? വേർഡിൽ ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീകൾ ആർക്ക് പറയാം? വേർഡിൽ ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി Ctrl+D ഉപയോഗിക്കാം, Ctrl+Shift+F ഉപയോഗിക്കാം, Ctrl+Shift+P ഉപയോഗിക്കാം. ഇനി Ctrl+Shift+F, Ctrl+Shift+Pക്ക് വേർഡിൽ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർമ്മിക്കുക, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വേറെ ഉണ്ട്. Ctrl+Shift+Fൻ്റെ വേറൊരു ക്വസ്റ്റ്യനാണ് ചേഞ്ച് ദ ഫോണ്ട് ഫേസിൻ്റെ ഷോർട്ട് കട്ട് കീ ചോദിച്ചാൽ Ctrl+Shift+F ഉപയോഗിക്കുക. അതായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ Ctrl+Shift+F കൊടുത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഫോണ്ട് കാലിബറി ബോഡി എന്ന് പറയുന്ന ഫോണ്ട് സെലക്റ്റഡ് ആയിരിക്കും അതിനകത്ത്. അപ്പോൾ നമുക്കവിടെ ആരോ കീ ഉപയോഗിച്ച് മാറ്റാൻ പറ്റും. ക്ലിയർ അല്ലേ? Ctrl+Shift+P ഉപയോഗിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ Ctrl+Shift+P ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മാറ്റം വരുത്തിയാൽ Ctrl+Shift+P ഉപയോഗിച്ച് മാറ്റം വരുത്തിയാൽ Ctrl+Shift+P ഉപയോഗിച്ച് ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്താൽ അവിടെ ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരുമ്പോൾ അവിടെ സെലക്റ്റഡ് ആയിരിക്കുന്നത് ഫോണ്ട് സൈസ് ആയിരിക്കും. ചേഞ്ച് ദ ഫോണ്ട് സൈസിൻ്റെ ഷോർട്ട് കട്ട് കീയാണ് Ctrl+Shift+ എന്താണ് P. എന്നാൽ ഇവ കോമൺലി ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ Ctrl+Dയും Ctrl+Shift+Fഉം Ctrl+Shift+Pയും നമുക്ക് വേർഡിൽ ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കാം എന്ന് ഓർമ്മിക്കുക. ക്ലിയർ അല്ലേ? ഫോണ്ട് എഫക്റ്റാണ് ആൻസർ. കാരണം നമുക്കറിയാം 11 ഫോണ്ട് എഫക്റ്റുകളാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൽ ഉള്ളത്. ഓക്കെ അല്ലേ? വേർഡിൽ 11 ഫോണ്ട് എഫക്ട്സും എക്സലിൽ നമുക്കറിയാം 3 ഫോണ്ട് എഫക്ട്സും പവർ പോയിന്റിൽ 7 ഫോണ്ട് എഫക്ട്സുമാണ് ഉള്ളത്. ഓർമ്മിക്കുക, മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൽ 11 ഫോണ്ട് എഫക്ട്സും അതുപോലെ മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സലിൽ 3 ഫോണ്ട് എഫക്ട്സും അതുപോലെ പവർ പോയിന്റിൽ 7 ഫോണ്ട് എഫക്ട്സുമാണ് ഉള്ളത്. അപ്പോൾ ഫോണ്ട് എഫക്ട്സ് ഏത് ഡയലോഗ് ബോക്സിലാണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫോണ്ട് എഫക്ട്സ് ഏത് ഡയലോഗ് ബോക്സിലാണ്? നമ്മുടെ ഫോൺ ഡയലോഗ് ബോക്സിലാണ്. ഫോൺ ഡയലോഗ് ബോക്സ് നമുക്ക് വേർഡിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഷോർട്ട് കട്ട് കീ ഉണ്ടെന്ന് അറിയാം. Ctrl+D ആണ്, അത് കഴിഞ്ഞ് Ctrl+Shift+P, Ctrl+Shift+F ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ എക്സലിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്നൊരു ചോദ്യം വന്നാൽ അവിടെ നിങ്ങൾ എടുക്കേണ്ട ആൻസർ Ctrl+Shift+Fഉം Ctrl+Shift+Pയും ആണ് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? എക്സലിൽ Ctrl+Shift+Fഉം Ctrl+Shift+Pയും ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കാം. പവർ പോയിന്റിലേക്ക് വരുമ്പോഴത്തേക്കും ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ Ctrl+Shift+Fഉം Ctrl+Shift+Pയും. പിന്നെ അവിടെ ഒരു പുതിയ ഷോർട്ട് കട്ട് കീ കൂടി പഠിക്കണം, Ctrl+T കൂടി പഠിക്കണം. Ctrl+T പവർ പോയിന്റിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനാണ്
എന്നത് ഓർമ്മിച്ചിരിക്കുക. കൺട്രോൾ ടി നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൺട്രോൾ ടി പവർ പോയിന്റിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഫോണ്ട് ഡയലോഗ് ബോക്സിൽ ഫോണ്ട് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. അതായത് വേർഡിൽ ഫോണ്ട് ഡയലോഗ് ബോക്സിൽ ഫോണ്ട് ടാബ് ഉണ്ട്. ആ ഫോണ്ട് ടാബിൽ ഒരു ഗ്രൂപ്പാണ് ഫോണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ആ ഫോണ്ട് എഫക്റ്റിൽ 11 ഫോണ്ട് എഫക്റ്റ് വേർഡിലുണ്ട്. ആ ഫോണ്ട് എഫക്റ്റുകളാണ് ഒന്ന് സ്ട്രൈക്ക് ത്രൂ, രണ്ടാമത്തത് ഡബിൾ സ്ട്രൈക്ക് ത്രൂ, മൂന്നാമത്തത് സൂപ്പർ സ്ക്രിപ്റ്റ്, നാലാമത്തത് സബ്സ്ക്രിപ്റ്റ്, അടുത്തത് ഔട്ട്ലൈൻ, ഷാഡോ, എംബോസ്, എൻഗ്രേവ്, സ്മാൾ ക്യാപ്സ്, ഓൾ ക്യാപ്സ്, ഹിഡൻ എന്നിവ. ക്ലിയർ അല്ലേ? നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അടിച്ച് കാണുക. കാരണം നമുക്കിത് നമുക്ക് പ്രീമിയർ ആയിട്ട് പോകണതാണ്. അതുകൊണ്ട് ഓർമ്മിച്ചിരിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഫോണ്ട് എഫക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. വേർഡിൽ 11 ഫോണ്ട് എഫക്റ്റ് ഉണ്ട്. ഒന്നാമത്തത് സ്ട്രൈക്ക് ത്രൂ ആണ്. അടുത്ത ഡബിൾ സ്ട്രൈക്ക് ത്രൂ, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ്, ഷാഡോ, ഔട്ട്ലൈൻ, എംബോസ്, എൻഗ്രേവ്, സ്മോൾ ക്യാപ്സ്, ഓൾ ക്യാപ്സ്, ഹിഡൻ. ഇവയാണ് വേർഡിൽ എന്തെന്ന് പറയുന്നത്, ഫോണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. എക്സലിലേക്ക് വരുമ്പം അവിടെ നമുക്ക് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നത് കാണാൻ പറ്റും. സ്ട്രൈക്ക് ത്രൂ അവിടെ ഉണ്ട്. അതുപോലെ സബ്സ്ക്രിപ്റ്റ് ഉണ്ട്, സൂപ്പർ സ്ക്രിപ്റ്റ് ഉണ്ട്. എക്സലിൽ ഫോണ്ട് എഫക്റ്റ് ഏതൊക്കെയാണ്? സ്ട്രൈക്ക് ത്രൂ, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ് എന്നിവയാണ്. അടുത്ത് പവർ പോയിന്റിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെയും ഏതൊക്കെയാണ്? അവിടെയും സ്ട്രൈക്ക് ത്രൂ, ഡബിൾ സ്ട്രൈക്ക് ത്രൂ, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ്, സ്മാൾ ക്യാപ്സ്, ഓൾ ക്യാപ്സ്, അതുപോലെ ഈക്വലൈസ് ക്യാരക്ടർ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ഫോണ്ട് എഫക്റ്റ് അവിടെ വരും. ക്ലിയർലി? സ്മാൾ ക്യാപ്സ്, ഓൾ ക്യാപ്സ്, ഈക്വലൈസ് ക്യാരക്ടർ ഹൈറ്റ് എന്ന് പറയുന്നൊരു ഫോണ്ട് എഫക്റ്റ് എവിടെ വരുന്നുണ്ട്? പവർ പോയിന്റിൽ ഫോണ്ട് എഫക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചോദ്യം? ഔട്ട്ലൈൻ, എംബോസ്, സബ്സ്ക്രിപ്റ്റ്, എൻഗ്രേവ്, സൂപ്പർ സ്ക്രിപ്റ്റ് ഒക്കെ എന്താണ്? ഇത് വേർഡിൽ ചോദിച്ച ചോദ്യമാണ്. ഇതൊക്കെ വേർഡിൽ എന്താണ്? ഫോണ്ട് എഫക്റ്റ് ആയിട്ട് ആണ് കാണപ്പെടുന്നത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അവിടെ പഠിച്ച ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനം, മറന്നു പോകരുത്. ഓക്കെ അല്ലേ നിങ്ങൾക്ക്?